ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽസിലാണ്. അപ്പോൾ അച്ചോടെ നിൽക്കുമ്പോഴത്തേനും വേണ്ട ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കുറേ പേരിങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. വി ആർ ഫ്രം ഇൻകം ടാക്സ്, ഈ സ്ഥാപനം ഒന്ന് റെഡി ചെയ്യണം, ഇത് കോടതി ഉത്തരവാണ് എന്ന് പറഞ്ഞ് ഒരു കോടതി ഉത്തരവും നേരെ കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ അച്ചുവിൻ്റെ കയ്യിലേക്ക്. അപ്പോൾ അച്ചു അത് വാങ്ങിയിട്ടോ, വാങ്ങി നോക്കിയിട്ട് ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ. അപ്പൊ അച്ചുവിന് കാര്യമൊന്നും മനസ്സിലായില്ല. സർ, ഇവിടെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആണ് സർ എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ അല്ലയോ എന്ന് ഞങ്ങൾ നോക്കിക്കോളാം. എന്തിനാ സർ ഇത് എന്ന് ചോദിച്ചു. എന്തിനാ ഏതിനാന്നൊക്കെ ഞങ്ങൾ വിശദീകരിക്കാം. ആദ്യം റെക്കോർഡും രേഖകളും ഒക്കെ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. എല്ലാം വളരെ കൃത്യമാണ് സർ. ആയിക്കോട്ടെ, നിങ്ങളുടെ കൃത്യവും ഞങ്ങളുടെ കൃത്യവും വേറെ രണ്ടാണ് മേഡം. സെർച്ച് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. ഈ സിസ്റ്റം മേഡം ഉപയോഗിക്കുന്നതാണോ എന്ന് ചോദിച്ചു. എന്നാൽ ഇതും പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഒരാളെ ഇവിടുന്ന് പുറത്തു വിടരുത് എന്ന് പറഞ്ഞു. വേഗം തന്നെ അതിന്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തു. അപ്പൊ വേഗം തന്നെ ഇവരാകെ പേടിച്ചു പോയി കേട്ടോ. എത്രയും വേഗം തന്നെ എല്ലാവരെയും അറിയിക്കണം, ഇവരുടെ മറ്റ് സ്ഥാപനങ്ങളിലും അറിയിക്കണം. ഇവരുമായി ബന്ധമുള്ള സകല ബാങ്കുകാരെയും സകല ഫിനാൻസ് സ്ഥാപനങ്ങളെയും വിവരം അറിയിക്കണം. ശരി സർ. ഇതെന്താ സർ, ഇതെന്താ ഇങ്ങനെ? നിങ്ങൾ ഇവിടെ വന്ന് പരിശോധന പോലും നടത്തുന്നതിന് മുൻപ് മീഡിയക്കാരെയും ബാങ്കേഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത് എന്തിനാണ് സർ എന്ന് ചോദിച്ചു. ഇത് വലിയ ദ്രോഹമല്ലേ? ഷട്ട് യുവർ മൗത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കണം കേട്ടോ. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ കൃത്യമായി ഞങ്ങൾക്കറിയാം. ഡോണ്ട് ട്രൈ ടു ടീച്ച് അസ് യുനോ. അപ്പൊ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ കുട്ടി ചോദിച്ച കാര്യമല്ലേ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റോ വീഴ്ചയോ കണ്ടെത്തുന്നതിന് മുൻപ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കില്ലേ എന്ന് ചോദിച്ചു കുറുപ്പ് സമാധാനം. നിങ്ങളുടെ റെപ്യൂട്ടേഷൻ സംരക്ഷിക്കാനല്ല ഞങ്ങൾ ശമ്പളം വാങ്ങുന്നത്. റെയ്ഡ് തീരുമാനിക്കുന്നത് ഞങ്ങളല്ല, മനസ്സിലായല്ലോ? നിങ്ങൾ മര്യാദയ്ക്ക് കോപ്പറേറ്റ് ചെയ്താൽ നല്ലത്. ക്യാരി ഓൺ എന്ന് പറഞ്ഞു അവിടെ മൊത്തം ഇവരെ വലിച്ചു വാരി അടിച്ചു തൂത്ത പോലെ എല്ലാം നിരത്തിയിടുകയാണ്. അപ്പൊ പിന്നെ കാണുന്നത് സേതുവിനെയാണ്. അപ്പൊ സേതു ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അപ്പൊ പല്ലവി കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുക. സേതു കേട്ടാ, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഹരി പോയി അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ എന്ന് ചോദിച്ചു. അതെ, നാം ഹരി വിവരം അന്വേഷിച്ച് വരട്ടെ എന്നിട്ട് മതി എന്ന് പറഞ്ഞു. ഇത് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞു. ഇത് വെറും ഇൻകം ടാക്സ് റെയ്ഡാന്ന് തോന്നുന്നില്ല പല്ലവി. അതെ, ആകെ പ്രശ്നമാ എന്നിങ്ങനെ പറയാണ്. അതെന്താ, എന്തോ ഒരു കളി ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നാ തോന്നുന്നത്. അതെന്താ, എന്ത് കളി? അതിനിപ്പോ എന്താ എന്ന് ചോദിച്ചു. അല്ല, ടെക്സ്റ്റൈൽസിലെ കാര്യങ്ങളെല്ലാം നമുക്കറിയാത്തതൊന്നുമല്ലല്ലോ. അവിടുത്തെ കണക്കുകളെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചുള്ളതാ. അതെ, അതുകൊണ്ട് തന്നെയല്ലേ പേടിക്കാനൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതെ, പേടിക്കാനുണ്ട് പല്ലവി എന്ന് പറഞ്ഞു സേതു. അതെന്താന്ന് ചോദിച്ചാല്, കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നിടത്ത് അസ്വാഭാവികമായിട്ട് ഒരു റെയ്ഡ് നടക്കുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ പേടിക്കാനുണ്ട് എന്ന് തന്നെ സേതു പറഞ്ഞു. അതെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തോ ഒരു കാര്യം നടത്തിയെടുക്കാനുണ്ട് എന്നുള്ളതാ സത്യം എന്ന് പറഞ്ഞു. അത് ഉറപ്പാ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ശ്രീഹരി വന്നു. എന്തായിടാ ഹരി, കാര്യങ്ങൾ അന്വേഷിച്ചോ? കുറച്ച് പ്രശ്നങ്ങളാ സേതു കേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരും ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ അക്കൗണ്ടുകളെല്ലാം അവര് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ ക്രമക്കേട് എന്തായാലും കണ്ടുപിടിച്ചോ? ഒന്നുമില്ലെന്നേ. അക്കൗണ്ട്സ് ഒന്നും പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ ഇവര് ന്യൂസ് പുറത്തു വിടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതുവിന് ഏറെക്കുറെ മനസ്സിലായി ഇതിൽ എന്തോ കളിയുണ്ടെന്ന്. മൊത്തത്തിൽ ടെക്സ്റ്റൈൽസിനെ ചീത്തപ്പേരാവില്ലേ? കസ്റ്റമേഴ്സിനെ മാത്രമല്ല സപ്ലയേഴ്സിനെ വരെ ബാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പം ഇവര് സേതു കേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക എന്നിങ്ങനെ പല്ലവി ഇങ്ങനെ ചോദിക്കുക. എന്ത് ചെയ്യാനാ? അതൊന്നുമല്ല ഞാൻ ആലോചിച്ചത്, ഋതുവിന്റെ കല്യാണക്കാര്യാണ് ഞാൻ ആലോചിച്ചത്. അതും ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു. അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് ന്യൂസ് വന്ന അതിനർത്ഥം കല്യാണ ആവശ്യത്തിലേക്കുള്ള പണം എടുക്കാൻ കഴിയില്ല എന്നല്ലേ? ഫ്രീസിങ് ഉടനെ മാറില്ലേ ഹരി? തീർച്ചയില്ലേ ചേച്ചി. റെയ്ഡിനെത്തിയവർക്ക് ആ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഫ്രീസിങ് മാറ്റുക. അതാ ഞാൻ പറഞ്ഞത്. കല്യാണം എത്രയും വേഗം നടക്കണമെങ്കിൽ ആവശ്യത്തിന് പണം വേണ്ടേ? എന്തെല്ലാം ആവശ്യങ്ങൾ കിടക്കുക. സേതുട്ടാ, അപ്പൊ പിന്നെ ഇനി എന്താ ഒരു വഴി എന്ന് ചോദിച്ചു. നോക്കാം, എന്താണെങ്കിലും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് കുറച്ചുള്ളവർ വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി എന്താ എന്നുള്ളത്. അപ്പൊ സേതുവിന് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇതേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് രാജലക്ഷ്മിയും ഇന്ദ്രനും നമ്മുടെ മൈക്ക് കൂടി എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവര് 3 പേരും എത്തി. ഭയങ്കര രാജലക്ഷ്മി എന്താ പറയാ, രാജാവ് ഇരിക്കുന്നത് പോലെ കാലിലൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെ ഇരിപ്പാണ്. അപ്പൊ സേതുവും പൂർണിമാമ ഇരിക്കുകയാണ്.
വേഗം തന്നെ രാജലക്ഷ്മി കാലൊക്കെ പൊക്കി വെച്ചിട്ട് രാജലക്ഷ്മിയത്തിന് ഇങ്ങോട്ട് വരാൻ വലിയ മടിയായിരുന്നേ. എന്തിനാ എന്ന് ചോദിച്ചു പൂർണിമാമ. അതെ, അപ്പം വേഗം ഒച്ചയില്ലാത്തത് കൊണ്ട് മൈക്കാ സംസാരിക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെ നോക്കുവാണ്, ഇവരെന്താ ഈ സംസാരിക്കുന്നതെന്ന് ഓർത്ത്. അതെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ റെയ്ഡൊക്കെ ന്യൂസിലുണ്ടായിരുന്നല്ലോ, അമ്മയ്ക്ക് അത് വലിയ നാണക്കേടായി. അതുകൊണ്ടാ പറഞ്ഞത്. റെയ്ഡ് നടന്നു എന്ന് വെച്ച് ആരും പ്രതികളായി എന്ന അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പം പറഞ്ഞു കൊടുക്കടോ എന്ന് പറഞ്ഞു. അതൊക്കെ ഫ്രീസായി പോയില്ലേ. 10 കാശ് എടുക്കാനില്ലാത്തവരോട് ആരെങ്കിലും ബന്ധം കൂടാൻ വരുമോ എന്നാ മേഡം ചോദിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഒരു പുച്ഛഭാവത്തിലൊരു നിപ്പം. അയ്യോ അമ്മ വിഷമിക്കണ്ട കേട്ടോ. വേഗം ഇന്ദ്രൻ, ഋതുവിന്റെ കാര്യത്തില് ഞാൻ മറ്റൊന്നും നോക്കുന്നില്ല, എനിക്കത് മാത്രം മതി. അപ്പൊ വേഗം രാജലക്ഷ്മി ഞാൻ നോക്കും എന്ന് പറയാനാണ് പറയുന്നത്. പക്ഷേങ്കില് ഇന്ദ്രൻ സാർ അങ്ങനെയൊക്കെ പറഞ്ഞാലും രാജലക്ഷ്മി മേഡത്തിന് അതൊക്കെ നോക്കാനുണ്ടെന്നാ വഴിയെ പറയാം എന്നാ രാജലക്ഷ്മി മേഡം പറയുന്നത്. അപ്പൊ ഇന്ദ്രനും പൂർണിമാമ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. പെണ്ണിനെ വിളിക്ക എന്ന് പറഞ്ഞു. അവസാനം പെണ്ണിനെ വിളി എന്ന് പറഞ്ഞു. പൂർണിമാമ ഇങ്ങനെ നോക്കിയപ്പോ ചെല്ല് എന്ന് വേഗം സേതു കാണിച്ചു. വേഗം ചെന്ന് പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ സേതുവിനെ നോക്കിയിട്ട്, എടാ സേതു, നിന്നെ ഞാൻ വെറുതെ ഇവിടെ ഒന്ന് കഴുതണ്ടടാ. മൂക്കുകൊണ്ട് ഇക്ഷ മാത്രല്ലടാ, ഇന്നെ കൊണ്ട് ഭൂപടം തന്നെ ഞാൻ വേരപ്പിക്കൂടാ നിന്നെ കൊണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ച് ഇന്ദ്രൻ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിച്ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി ആൾക്ക്. അപ്പൊ അതെ ഋതു ചായയൊക്കെ ആയിട്ട് വന്നു. ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഋതുവിനെ കണ്ടപ്പത്തേനും വേഗം ചായയൊക്കെ എടുത്തു കൊടുത്തു. രാജലക്ഷ്മിയും ചായയൊക്കെ മേടിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം കൂടെ അച്ചുണ്ട്, സ്വാതിയും ഉണ്ട്. അപ്പൊ ഇവര് 3 പേരോടെയാണ് അങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി. അതെ, ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും സംസാരിക്കണോ എന്ന് പറഞ്ഞു. എന്ത് സംസാരിക്കാൻ, എല്ലാം കഴിഞ്ഞില്ലേ എന്ന് രാജലക്ഷ്മി. എന്തോ സംസാരിക്കാൻ എന്നാ മേഡം ചോദിക്കുന്നത്. സംസാരവും പ്രവൃത്തിയും ഒക്കെ കഴിഞ്ഞില്ലേ എന്നൊരു പുച്ഛഭാവത്തില് അപ്പൊ മൈക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് നോക്കി ഇന്ദ്രൻ അവളെ പുച്ഛിച്ച് സംസാരിക്കുന്നത് പോലെ. അപ്പൊ ഇത് കേട്ടിട്ട് അച്ചുവിനാണ് സഹിക്കാൻ പറ്റണില്ല. ദേഷ്യം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അച്ചു. അതെ, പ്രേമിക്കുന്നത് പോലെ എന്തെങ്കിലും സംസാരിക്കുന്നതല്ലല്ലോ കല്യാണക്കാര്യം വരുമ്പോ. ഋതുവിന് എന്തോയെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഋതുവിനൊന്നും അപ്പൊ വേഗം തന്നെ ഋതു കുറച്ചു നേരം അവിടെ നിന്നിട്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് വേഗം രാജലക്ഷ്മി. അപ്പം വേഗം തന്നെ അച്ചു, എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ പൂർണിമാമ വന്നിട്ട്, അച്ചു നീ എന്ത് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ്. നീ ഒന്നും മിണ്ടാതിരി എന്ന് പറഞ്ഞു. അമ്മേ, ഇപ്പൊ പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അമ്മേ. പഴയ കാലമൊന്നും അല്ല ഇത്. അത് എന്താ ഇത് എന്ന് പറഞ്ഞു. എന്തെങ്കിലും മൊഴിയാനുണ്ടെങ്കിൽ മൊഴിയാൻ വേഗം രാജലക്ഷ്മി പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അച്ചു, അതെ, ഞങ്ങൾ ആരും മൃദുവിനെ ഇവിടുന്ന് നടത്തള്ളുവോ ഒന്നുമില്ല. നിങ്ങളുടെ മോനെ കുറിച്ച് ഇവിടെ ആർക്കും യാതൊരു നല്ല അഭിപ്രായവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി അങ്ങ് തീർത്തു പറഞ്ഞേക്കാം. അപ്പൊ സ്വാതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവളുടെ നിർബന്ധത്തിന് ഞങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം, പഴയ സ്വഭാവം എടുക്കാമെന്നോ ഇവളുടെ ജീവിതം നശിപ്പിക്കാമെന്നോ ആരും കരുതണ്ട. അത് സമ്മതിച്ച് തരില്ല എന്ന് തന്നെ അച്ചു മുഖത്തടിച്ചതുപോലെ പറഞ്ഞു കേട്ടോ. അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ നീ നിന്റെ ചേച്ചിയെ കൊണ്ട് വിളിച്ചു വരുത്തി അപമാനിക്കാണോ എന്ന് ചോദിച്ചു. അച്ചു എന്ന് വിളിച്ചു ഋതു. വേണ്ട, ഇനി ഞാനൊന്നും പറയുന്നില്ല. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്റെ ചേച്ചിയാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞ് അച്ചു നേരെ അകത്തേക്ക് കയറിപ്പോയി. ഓ, എന്താ പെങ്കൊച്ചിന്റെ ഒരു നാക്ക് എന്നുടനെ രാജലക്ഷ്മി. അപ്പൊ ഇന്ദ്രൻ അടുത്തെല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ വേഗം തന്നെ ഇവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കാണ് കേട്ടോ. അപ്പൊ മൈക്ക് വേഗം പറഞ്ഞു, അതെ, ഇനി കുട്ടികളെല്ലാം അകത്തേക്ക് പോയിക്കേ. ഇനി മൂത്തവർക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നിങ്ങൾ കയത്തേക്ക് ചെന്നാട്ടെ. അപ്പൊ വേഗം തന്നെ ഋതുവും സ്വാതിയും നേരെ അകത്തേക്ക് പോയി. അപ്പൊ സേതുവും അതുപോലെ പൂർണിമയും നിപ്പുണ്ട്. എന്തായാലും സംസാരിക്കാനുള്ളത് എന്ന് ചോദിച്ചു സേതു. സംസാരിക്കാം, പക്ഷെ വളരെ സ്വല്പം അല്ല, നല്ല രഹസ്യമാ എന്നുണ്ടെ മൈക്ക് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. ഇനി എന്തായിരിക്കും ഇവരുടെ കുതന്ത്രം എന്നോർത്ത്. പിന്നെ കാണുന്ന പല്ലവിനെയാണ്. അപ്പൊ പല്ലവി ആളെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നേരെ ശോഭ അങ്ങോട്ടേക്ക് വന്നിട്ട്,
പല്ലവി, നീ എന്താ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ മോളെ എന്ന് ചോദിച്ചു. നീയൊക്കെ എന്ത് പറ്റി? അതെ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നാ ചോദിച്ചത്. ഒന്നുമില്ല, വെറുതെ. പൊന്നുമടത്തിൽ ഇപ്പൊ വിവാഹം ഉറപ്പിച്ചു കാണും അല്ലേ? അറിയില്ലല്ലോ അമ്മേ. നിനക്ക് നീയും കൂടി അവിടെ വേണ്ടതല്ലായിരുന്നോ? എന്തേ നീ പോകാഞ്ഞത്? എനിക്കെന്താ കാര്യം? സേതുവേട്ടനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞാൽ മാത്രമല്ലേ അവിടുത്തെ മരുമകൾ എന്ന അവകാശം കിട്ടും. എന്നാലും അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നത് നീയല്ലേ, പഴി കേട്ടതും നീയല്ലേ. എന്നിട്ടും ആരും എന്നെ മാറ്റി നിർത്തിയൊന്നും അല്ലല്ലോ. ഞാനായിട്ട് മനഃപൂർവ്വം മാറി നിന്നതാ. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നാക്കില്ലാത്ത ആ സ്ത്രീക്കും ഇന്ദ്രനും ഒക്കെ ഒരു മുറുമുറുപ്പുണ്ടാവും. ഇതിപ്പോ കല്യാണക്കാര്യം തീരുമാനിക്കാനുള്ള വരവായതുകൊണ്ട് അവരുടെ കോർട്ടിലല്ലേ പന്ത്. നമ്മളോടുള്ള ദേഷ്യം കാരണം ഇനി അവരുടെ കല്യാണക്കാര്യത്തിൽ ഉടക്ക് വെക്കണ്ടല്ലോ. ഉടക്ക് വെക്കുകയോ? എന്തുടക്ക് വെക്കാനായിട്ട് എന്ന് ചോദിച്ചു. അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇന്ദ്രൻ ഇനി ഒഴിഞ്ഞു മാറാനോ നിബന്ധന വെക്കാനോ പറ്റുമോ? ഋതു ഗർഭിണിയല്ലേ. അതൊരു ആയുധം മാത്രമല്ലേ? ആയുധമോ? അതെങ്ങനെ? എന്തോന്നായുധം? അതെ, ആ പെണ്ണൊരു പരാതി എഴുതി കൊടുത്ത അവന്റെ കാര്യം പോക്ക. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞ്, പക്ഷെ ബലമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ മതി. എന്തു പറഞ്ഞാലും അവന് പ്രശ്നം തന്നെയാ. നിയമം പെണ്ണിന്റെ കൂടെ ഉള്ളൂ. അമ്മ പറഞ്ഞത് വളരെ ശരിയാ. പക്ഷേ തലയ്ക്കകത്ത് നിലാപുതിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവോ എന്ന് ചോദിച്ചു. തന്റെ കല്ലിരിക്കുന്ന വടി കൂടി അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും എന്ന് വെച്ചാ ഋതുവിനെ അവൻ മയക്കി നിർത്തിയിരിക്കുകയാണ് എന്നർത്ഥം. അവള് അവനെതിരെ ഒന്നും പറയില്ല എന്ന് മാത്രവുമല്ല, സ്വന്തം വീട്ടുകാർക്കെതിരെ ഇന്ദ്രനെടുത്ത് ഉപയോഗിക്കാവുന്ന ഒരായുധമായി സ്വയം അവൾ മാറുകയും ചെയ്യും. ഇനി അവൻ വല്ല കുഴപ്പമുണ്ടാക്കുന്നാണോ നീ പറയുന്നത്? വെറുതെ ഇരിക്കില്ലല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും ഉറപ്പ്. എന്തായാലും ആ തള്ളയും മോനും കുരുട്ടുബുദ്ധിയുടെ കൂടാരങ്ങളാ. അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും നിബന്ധനകൾ അടിച്ചേൽപ്പിക്കും. അത് ഉറപ്പാ. എന്ത് നിബന്ധനകൾ? പറയാൻ പറ്റില്ല. അതെ, നിനക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? ഒന്നും ഉറപ്പ് പറയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെ വരുമെന്നും വെയിറ്റ് ചെയ്തേ നിവർത്തിയുള്ളൂ. എന്താ സംഭവിക്കുന്നതെന്ന് കാണാം. ഈശ്വരാ, എന്താ ഇനി സംഭവിക്കുക എന്നോർത്ത് നമ്മുടെ ശോഭ സങ്കടപ്പെട്ട് നിൽക്കാണ്. വന്നു പൂർണിമയോട് സേതുവിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഇതെന്റെ കണ്ടീഷൻസ് ആണ്, അമ്മ തെറ്റിക്കരുത്. മറ്റാരും വകവയ്ക്കാതെ ഞാനും ഋതുവും സ്വന്തം ഇഷ്ടത്തിൽ ഒരു വിവാഹം തുടങ്ങുക അല്ലെങ്കിൽ ജീവിതം തുടങ്ങുകയാണെങ്കിൽ മറ്റാരെയും ബോധിപ്പിക്കണ്ട. പക്ഷേ നാട്ടുകാരെ, ബന്ധുക്കള്, അതുപോലെ ഈ അമ്മയെ വരെ ഞാൻ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കണ്ടീഷൻസ് അതെന്താണേലും പറയാതെ നിവർത്തിയില്ലല്ലോ. അതുകൊണ്ട് പറയാം, വളച്ചു കെട്ടണമെന്നില്ല. എന്താ നിങ്ങളുടെ കണ്ടീഷൻസ്? അത് കേൾക്കട്ടെ എന്ന് പൂർണിമ. അപ്പൊ വേഗം തന്നെ ഇന്ദ്രനോട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ രാജലക്ഷ്മി, അതെ, സ്വർണം എത്രയാ എന്നായിരുന്നു ചോദ്യം ആദ്യം തന്നെ. അപ്പൊ മൈക്ക് ചോദിച്ചു. അപ്പൊ സേതുവിന്റെ കാര്യങ്ങളൊക്കെ ഏത് വഴിക്കാ പോണെന്ന് മനസ്സിലായി കേട്ടോ. ഇതെങ്ങോട്ടാ ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്നും ഇപ്പം മനസ്സിലായി. അപ്പൊ സേതു നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അതെ, തൽക്കാലം അക്കാര്യത്തിൽ ഒരു കണക്ക് പരത്തലിന്റെ ആവശ്യമില്ല. പൊന്നുമടത്തിലെ ഒരു ഷെയർ അത് ഋതുവിനുള്ളതാ. പക്ഷെ അത് മാത്രമേ ഉണ്ടാവൂ. മൊത്തം അക്കൗണ്ട് ഫ്രീസ് ആയില്ലേ, ഇനി എന്ത് ഷെയർ എന്നിങ്ങനെ ചോദിക്കാണ് രാജലക്ഷ്മി. കല്യാണ പന്തലിൽ പെണ്ണ് എന്ത് അതത് 250 പവന്റെ സ്വർണമെങ്കിലും അണിഞ്ഞിട്ട് വേണം കല്യാണ പന്തലിലേക്ക് വരാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ രാജലക്ഷ്മി ഇങ്ങനെ കൊള്ളാം, ഏറ്റു എന്ന് തോന്നി. ഇന്ദ്രനും പണിയേറ്റു. അത് എന്ന് പറഞ്ഞു. 1-2 മാസം കഴിയുമ്പോ ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഇഷ്യൂസ് മാറും. അത് കഴിഞ്ഞ് സ്വർണം എത്തിക്കാം. അത് കഴിഞ്ഞിട്ടൊന്നും വേണ്ട എന്നായിരുന്നു രാജലക്ഷ്മിയുടെ. എങ്കിൽ പിന്നെ 2 മാസം കഴിയട്ടേനെ, അത് കഴിഞ്ഞിട്ട് കല്യാണം നടത്താം എന്ന് വേഗം രാജലക്ഷ്മി പറയാണ് കേട്ടോ. അപ്പം അല്ലെങ്കിലും 4 മാസം കഴിഞ്ഞാലും മേഡത്തിനൊന്നും കുഴപ്പമില്ലെന്നാ മേഡം പറയുന്നത്. അപ്പം വേഗം തന്നെ ഋതു ഗർഭിണിയായ സ്ഥിതിക്ക് 2-4 മാസം കാത്തിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മുടെ പൊന്നുമടത്ത് പൂർണിമാമയും ആകെ ടെൻഷനിലാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.
പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗൈൻ.